ഹലോ എവരിവൺ, റേസ് സൈക്കിളിൽ നിന്ന് SL ആണ്. NTA ഔദ്യോഗിക ആൻസർ കീ നീറ്റ് 2024 വന്നപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ ഫിസിക്സിലെ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കുട്ടികൾ വളരെ അധികം ആശങ്കയിലിരിക്കുന്ന ആ ഒരു കാര്യത്തിന് ഇന്നിതാ ഒരു പുതിയ അപ്ഡേറ്റുമായിട്ട് NTA കീ വന്നിരിക്കുന്നു. എല്ലാവർക്കും സന്തോഷിക്കാം, ഇനി ആശങ്കയ്ക്ക് വകയില്ല. ആ ക്വസ്റ്റ്യൻ തെറ്റിപ്പോയോ എന്ന് സംശയമുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും സന്തോഷിക്കാവുന്ന ഒരു ന്യൂസാണ് വന്നിരിക്കുന്നത്. ആ ഒരു ആൻസർ കീയിൽ 2 ഓപ്ഷൻസും എഴുതിയവർക്ക് മാർക്ക് കിട്ടും എന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേഷൻ. അതുകൊണ്ട് ആ ആൻസർ കീയിൽ ഒരു മിസ്റ്റേക്ക് ഇല്ല. അത് എഴുതിയ ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ക്വസ്റ്റ്യൻ ഞാൻ പറയാം. നമ്മുടെ S1 എന്ന ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് കോഡിലെ 20ാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 20 ആറ്റത്തിലെ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. സ്റ്റേറ്റ്മെന്റ് 1 സ്റ്റേറ്റ്മെന്റ് 2 കൊടുത്തിട്ട് ആറ്റംസ് ആർ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആസ് ദേ കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് എന്ന്. സ്റ്റേറ്റ്മെന്റ് 2 ആറ്റംസ് ഓഫ് ഈച്ച് എലമെന്റ് ആർ സ്റ്റേബിൾ ആൻഡ് എമിറ്റ് their characteristic spectrum. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ വന്ന കീയിൽ തന്നിരുന്നത് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ് എന്നുള്ളതായിരുന്നു. എന്നാൽ അതോടൊപ്പം ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്ന ഒരു ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട്. അത് പഴയ NCERTയും പുതിയ NCERTയിലും ആ കാര്യങ്ങൾ 2 രൂപത്തിലാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടിലും നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. ആർഗ്യുമെന്റ് വെച്ച് നോക്കുമ്പോൾ 2 ആൻസറും ശരിയാണ്. അതുകൊണ്ട് ആ ആൻസേഴ്സിൽ ഇനി ഒരു കൺഫ്യൂഷൻ വേണ്ട. 2 ആൻസർ എഴുതിയ ആൾക്കാർക്കും മാർക്ക് കിട്ടുന്നതായിരിക്കും. സോ സമാധാനത്തോടെ ഇരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. ആ ആൻസർ കീ ഒരു മിസ്റ്റേക്കും ഇല്ല. 2 ആൻസർ എഴുതിയവരും ഹാപ്പി ആയിരുന്നോളൂ. 2 ആൻസറും കറക്റ്റ് ആണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സോ പുതിയ അപ്ഡേറ്റുമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.